എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വാള ഫിഷ് കറി വെക്കാമേ. അതിന് വേണ്ടി ഞാൻ കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ തേങ്ങാ ചിരവിയത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 തക്കാളി എടുത്ത് ഒരു തക്കാളിയുടെ കഷ്ണം, 5-6 ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി. ഇനി നമുക്ക് വേറൊരു ഇതിൽ ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും, ചെറിയ ഉള്ളി ഒരു 10 എണ്ണം, പിന്നെ വെളുത്തുള്ളി അല്ലിയും ഇഞ്ചിയും 1 ടേബിൾ സ്പൂണ്, പിന്നെ വാളംപുളി. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമ്മൾ തേങ്ങാ ചിരവിയതൊക്കെ ആദ്യം എടുത്തില്ലേ, അത് എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ പരുവത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് വാള മീനാണ്, അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചീനിച്ചട്ടി വെച്ച് അതിനകത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ 1/2 ടീസ്പൂൺ കടുകും കൂടെ ഇടണം. കടുകും കൂടെ ഇട്ടിട്ട് അത് രണ്ടും ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ച ബാക്കി ഇതില്ലേ, തക്കാളി നീളത്തിലരിഞ്ഞതും, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വാളംപുളി ഇപ്പോൾ ഇടണ്ട, ബാക്കി ആദ്യം കറിവേപ്പില ഇട്ടു. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ പ്ലേറ്റിലെടുത്ത് വെച്ച് ഇൻഗ്രീഡിയൻസ് ഇടണം. ഇപ്പോൾ ഇട്ട് കൊടുത്ത് തക്കാളി വരെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. നീളത്തിലരിഞ്ഞ തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയ ഉള്ളിയും ഒക്കെ കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി അതെല്ലാം നല്ല വഴണ്ട് തക്കാളിയുടെ ആ പച്ചമണമൊക്കെ പോയി കഴിയുമ്പം നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ചില്ലേ, ആ അരപ്പ് കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ മിക്സിയുടെ ജാറും കഴുകി ആ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ടെന്ന് വെച്ചാൽ ഒരുമാതിരി തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ച് മീൻ കഷ്ണം ക്ലീനാക്കി വെച്ചില്ലേ, ക്ലീൻ ചെയ്ത മീൻ കഷ്ണത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വെക്കണം. അപ്പം നമ്മുടെ ഈ കറിയുടെ ഗ്രേവി തയ്യാറാക്കുമ്പോൾ കുറച്ച് ഉപ്പും ആ സമയത്ത് തന്നെ ഇട്ടായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇനി ആ മീൻ ചട്ടിക്കകത്ത് നമ്മൾ ആ തിളപ്പിച്ച് വെച്ച ചാറും കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ആ പാത്രം കഴുകി ആ വെള്ളം ചൂടോടുകൂടി ആ ചാറ് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് ഇനി മീൻ ഉടയാത്ത രീതിയിൽ ഈ രീതിയിൽ വേണം ആ ചാറൊന്ന് മിക്സ് ചെയ്യാൻ. ഓക്കെ, ഈ രീതിയിൽ ചാറ് മിക്സ് ചെയ്ത് ഉടയരുത്, അല്ലെങ്കിൽ ചട്ടി ഒന്ന് കറക്കി കൊടുക്കണം. അപ്പോൾ മീനിനകത്ത് വെള്ളം നോക്കണം. നമ്മൾ മിക്സ് ചെയ്തത് കറക്റ്റ് മീൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ചാറ് വേണം. അപ്പം അത് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ചൂടുവെള്ളം അല്ലാതെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചൂടുവെള്ളം മിക്സ് ചെയ്ത് നമ്മുടെ ഇപ്പോൾ ചട്ടിയിൽ തന്നെ ഞാൻ മിക്സ് ചെയ്ത് അത് തിളപ്പിച്ച് ഇതാക്കി വെച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഒരു 15-20 മിനിറ്റ്സിനുള്ളിൽ കറി റെഡിയാകും. നല്ല വാളക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്